ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് Insta360 എന്ന ബ്രാൻഡിൻ്റെ പുതിയ ക്യാമറ ആയിട്ടുള്ള Insta360X5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു 360 ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടിപ്പോൾ ഒരു 2 days ആയി. ഞാനിതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 8K നമുക്ക് 8K വരെ നമുക്കിതിനകത്ത് 8K റെസൊല്യൂഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് വന്നേക്കുന്നത് എന്നുള്ള ഇതിൻ്റെ പുറകിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അൺബോക്സിങ് വീഡിയോയിൽ കാണാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു 360 ക്യാമറ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് ഓപ്പൺ ചെയ്യാനൊക്കെ. അപ്പോൾ ആദ്യം നിങ്ങൾ പോയിട്ട് ഇതിൻ്റെ അൺബോക്സിങ് ഒന്ന് പോയി കണ്ടുപോവാ. ബൈ ദ വേ ഞാൻ പറയാൻ വിട്ടു, ഇത് നമുക്ക് പല വേർഷനായിട്ട് കിട്ടും, മീൻസ് കിറ്റുകളായിട്ട് കിട്ടും. എൻ്റെ കയ്യിൽ കിട്ടിയേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബണ്ടിൽ കിറ്റാണ്. അപ്പം ഒരു സെറ്റായിട്ട് നമ്മുടെ DJ ഓസ്മോ കിട്ടിയ പോലെ തന്നെ ക്രിയേറ്റർ കോംബോ എന്നൊക്കെ പറഞ്ഞ പോലെ വേറൊരു ബണ്ടിൽ കിറ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് അൺബോക്സിങ്ങിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കണ്ടുപോവാ. ഓക്കെ.
അപ്പോൾ അതെ നമ്മൾ അൺബോക്സ് ചെയ്തു. ഇതാണ് ഐറ്റം. ഇതിൻ്റെ കൂടെയുള്ള ലെൻസ് ക്യാപ്പ് കണ്ടോ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ്. കാരണം നമ്മുടെ ലെൻസിനുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സാധനമാണിത്, ഈ കാണുന്ന ലെൻസ് ക്യാപ്പ് കേട്ടോ. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? അപ്പോൾ അതെ ഈ ഒരു സ്റ്റിക്കാണ് ഇതിൻ്റെ മാജിക് മൊത്തം ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിനു മുന്നേ നിങ്ങൾക്ക് 360 ക്യാമറ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പൊതുവേ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാണ്ടാവും, എന്നാലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറയാം. നമ്മുടെ 360 ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ലെൻസ് കാണാൻ പറ്റും. കണ്ടോ, രണ്ട് സൈഡിലായിട്ട്. അതായത് നമ്മൾ സാധാരണ വ്ളോഗിങ് ക്യാമറ ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രെയിറ്റ് വെച്ച് അതിന് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ട്രാക്കിങ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിന് അങ്ങനെയല്ല. ഇത് ജസ്റ്റ് ഇതേ ഇങ്ങനെ അപ്പ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ഇങ്ങനെ വെച്ച് ഇതേ ഇങ്ങനെ നടന്നാൽ മതി. ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാമറയുടെ ചുറ്റും 360 ഡിഗ്രിയിൽ നമുക്കിത് ക്യാപ്ചർ ചെയ്ത് തരും. ഓക്കെ, പിന്നെ ഇത് ഈ കാണുന്നതാണ്, അതായത് ഈ സെൽഫി സ്റ്റിക്ക് നമ്മൾ മൗണ്ട് ചെയ്യുന്ന ഈ കാണുന്നതാണ് ഇതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ AI പ്രോസസ്സർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരു ഗ്ലോബ് രൂപത്തിൽ 360 ഡിഗ്രി സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമുക്ക് തരാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബെൻഡ് ആവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ബെൻഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻവിസിബിൾ പോയിൻ്റിൽ നിന്ന്, ഐ മീൻ ഹിഡൻ സ്പോട്ടിൽ നിന്ന്, ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്ന് ഈ പറയുന്ന സ്റ്റിക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു സെൽഫി സ്റ്റിക്കാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഏകദേശം ഒരു 114 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളൊരു സെൽഫി സ്റ്റിക്കാണ് ഈ കണ്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ. അതെ, ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത് ഇവിടെയാണ്. ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്, കണ്ടോ, ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തത് ഇതിനകത്ത് ഞാൻ ചെറുതായിട്ട്, ഇപ്പം വലിയ രീതിയിലൊന്നല്ല, ഒരു ക്യാമറ റിവ്യൂ ഒന്നായിട്ടൊന്നല്ല, ജസ്റ്റ് ഇതിൽ പോകുന്ന കുറച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നത്തെ വേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെൻസ് മാറ്റാൻ പറ്റില്ലായിരുന്നു. വൺസ് ഇത് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ, പഴയ വേർഷൻ ആണെങ്കിൽ നമുക്ക് ആ ക്യാമറ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെൻസ് റിമൂവ് ചെയ്തിട്ട് പുതിയ ലെൻസ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ചേഞ്ച് ഇവർ വന്നിരിക്കുന്നത്. പിന്നെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ക്യാമറ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. സോ നമുക്ക് ഇതിനകത്ത് എടുത്തേക്കുന്ന കുറച്ച് വിഷ്വൽസ് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മളിനി ഈ ക്യാമറ വെച്ചിട്ട് ആയിരിക്കും നമ്മുടെ കൂടുതൽ ഡ്രോൺ ഷോട്ടുകളും പിന്നെ തന്നെ വൈഡ് ആംഗിളും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അത് നമ്മുടെ വരും ദിവസങ്ങളിലെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഒരു ട്രക്കിംഗ് വീഡിയോ ഉണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ റോഡ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയത് മുത്താണിത്. അപ്പോൾ ഈ സാധനം വെച്ചിട്ടായിരിക്കും നമ്മൾ വ്ളോഗ് നോക്കാം. നമുക്ക് വ്ളോഗ് എങ്ങനെ ഇതിനകത്ത് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഞാൻ കൂടുതലും ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക മറ്റേ നമുക്ക് വൈഡ് ആംഗിൾ ആയിട്ടുള്ള കുറേ ഷോട്ടുകൾക്കും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.